വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുലമായ വന്ദനം. പ്രിയപ്പെട്ടവരെ, നാം പുതിയ നിയമം വായിക്കുമ്പോൾ അവിടെ നാം സക്കായിയെ കാണാണ്. ആരാണ് ഈ സക്കായി? സക്കായി എന്ന് പറയുന്നത് ഒരു പലിശക്കാരനായിരുന്നു. ജനത്തെ പിഴിഞ്ഞ് കൊള്ളലാഭമുണ്ടാക്കുന്ന ഒരു പലിശക്കാരനായിരുന്നു ഈ സക്കായി. ജനത്തിൻ്റെ വികാരമോ അവരുടെ ബുദ്ധിമുട്ടോ മനസ്സിലാക്കാതെ അവരെയൊക്കെ പിഴിഞ്ഞ് പലിശ വാങ്ങുന്ന പണിയായിരുന്നു സക്കായിക്കുള്ളത്. സക്കായി ഒരു കഠിന ഹൃദയനായിരുന്നു. ജനത്തോട് സക്കായിക്ക് മനസ്സലിവുണ്ടായിരുന്നില്ല. ജനത്തോട് സ്നേഹത്തിന് ഇടപെടാൻ കഴിയാത്ത, സക്കായിയോട് സ്നേഹത്തിൽ ഇടപെടാൻ കഴിയില്ല, സക്കായിക്ക് ജനത്തിന് സ്നേഹത്തോടെ ഇടപെടാൻ കഴിയില്ല. ഇങ്ങനൊരു കഠിനമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സക്കായി. ജനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, പൊതുസമൂഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈ സക്കായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ച് സക്കായി കേൾക്കുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എന്തൊക്കെയോ കേൾക്കുന്നു. ഒരു ക്ലിയർ പിക്ചർ ഇല്ല, എന്നാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എന്തൊക്കെയോ യേശുവിനെ പറ്റി ഈ സക്കായി കേൾക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യേശുക്രിസ്തു ആ വഴി വരുന്നു. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ യേശുവിനെ അനുഗമിക്കുന്നു, ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ കുറ്റം പറയണ്ട, ഇവൻ ആരുടെ ഇത്? ചില ആൾക്കാർ യേശുവിനെ ജയം വിളിക്കുന്നു. ചില ആൾക്കാരൊക്കെ യേശുവിനെ ഭയങ്കര അത്ഭുതത്തോടും ആശ്ചര്യത്തോടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ യേശുക്രിസ്തുവിനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് എന്തൊക്കെയോ കേട്ടു, അല്ലാതെ ക്ലിയർ പിക്ചർ ഇല്ല. എന്താ പിന്നെ യേശുവിനെ ഒന്ന് കണ്ടേക്കാം എന്ന മനോഭാവത്തിൽ ഈ സക്കായി പുറത്തേക്ക് ഇറങ്ങുക യേശുവിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഈ സക്കായി പൊക്കം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു. സക്കായിക്ക് ജനം ഒരുപാട് കൂടിയിട്ടുണ്ട്. സക്കായിയോടൊരു വേണ്ടത്ര ബഹുമാനമോ ഒന്നുമില്ല. അപ്പോൾ സക്കായി അവിടെ ആ ആൾക്കൂട്ടത്തിനിടയിൽ പോകാതെ ഒരു മരത്തിൻ്റെ മേളിൽ ചെന്ന് കയറിയിട്ട് അത്തിമരത്തിൻ്റെ മേളിൽ ചെന്ന് കയറി. അങ്ങനെ യേശുക്രിസ്തു ദൂരേന്ന് വന്ന് ഇങ്ങനെ കടന്നു പോവുക. അങ്ങനെ സക്കായി നിൽക്കുന്ന മരത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പയ്യൊന്ന് തിരിഞ്ഞു. എന്നിട്ട് ഈ മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, സക്കായേ, ഇവിടെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാ. സക്കായി ഒന്ന് ഞെട്ടിയിരിക്കണം. സക്കായി, എന്നെ എങ്ങനെ യേശുവിനറിയാം? ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണാം. യേശുവിനെ ഇങ്ങനെ ചിന്തിച്ച് കാണാതിരിക്കണം. പെട്ടെന്ന് സക്കായി ഇറങ്ങി വന്നു. കണ്ടപാടെ തന്നെ ചുറ്റുമുള്ളവർ, ഇവനെന്നാ പാവിയായ മനുഷ്യൻ, ഇവൻ്റെ വീട്ടിലാണോ യേശു താമസിക്കുന്നത്? യേശുവിനെ പറ്റി ഇങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടിരിക്കുന്നത്. എന്നിട്ടും ഇവനെ പോലുള്ള ആൾക്കാരെ വീട്ടിലാണോ താമസിക്കുന്നത്? നമ്മുടെ ബുദ്ധിമുട്ടൊന്നും അറിയാത്ത എത്രയോ കഠിനമായ മനുഷ്യനാണ് ഇവൻ എത്രയോ നീചനാണ്. നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ ഒരു മനസ്സലിവോ ഒന്നും ഇവനില്ല. എന്നിട്ടും നമ്മുടെ കഷ്ടപ്പാട് നമ്മളെ അനുഗ്രഹിക്കാതെ ആ യേശുക്രിസ്തു നമ്മുടെ ബുദ്ധിമുട്ട് കാണാതെ ഇവൻ്റെ വീട്ടിലേക്ക് പോയിരിക്കണം. പക്ഷെ ഇവൻ അത്ര അപ്പോൾ ചുറ്റും കൂടി ആൾക്കാർക്കൊന്നും യേശുവിനെ അത്ര മനസ്സിലാക്കേണ്ട പോലെ അവർ മനസ്സിലാക്കിയിരുന്നില്ല. എല്ലാവരും പറഞ്ഞു കേട്ടു, വന്നിരുന്നു കണ്ടു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ സക്കായി യേശുവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ വീട്ടിൽ ചെന്ന് യേശുവിനെ അടുത്തറിയുക. യേശുക്രിസ്തു ആരാണ്, യേശുവിൻ്റെ മനോഭാവം എന്താണ്, യേശുവിൻ്റെ സ്വഭാവം എന്താണ്. ഇങ്ങനെ സക്കായി യേശുവിനെ കുറിച്ച് അടുത്തറിയുക. അങ്ങനെ അടുത്തറിഞ്ഞപ്പോൾ തന്നെ, പ്രിയപ്പെട്ടവരെ, യേശുവിനെ അടുത്തറിഞ്ഞപ്പോൾ സക്കായിയുടെ സ്വഭാവം മാറി. സക്കായിക്ക് കുറ്റബോധം ഉണ്ടായി, അനുതാപം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, സക്കായി പറയുകയാണ്, ഞാൻ പിടിച്ചു വാങ്ങിയവരില്ലേ, കൊള്ളലാഭം ഉണ്ടാക്കിയതിൽ നിന്നും 4 ഇരട്ടി അവർക്ക് പകരം കൊടുക്കും. ഞാൻ ഒരുപാട് പേരിൽ നിന്നൊക്കെ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരിൽ നിന്നൊക്കെ കഠിനമായി പലിശ ഈടാക്കി, കൂട്ടുപലിശയും പലിശയുടെ പലിശയൊക്കെ ഈടാക്കി ഒരുപാട് പേരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ 4 ഇരട്ടി പകരം കൊടുക്കുമെന്നുള്ള ഒരു ദൈവിക സ്വഭാവത്തിലേക്ക് യേശുവിനെ അടുത്തറിഞ്ഞപ്പോൾ സക്കായിയുടെ സ്വഭാവം രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എന്ത് അത്ഭുതം! യേശുവിനെ അടുത്തറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നാം നമ്മെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രശംസിപ്പാനും, നമുക്ക് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലൊക്കെ പ്രശംസിപ്പാനും, അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തിലോ നമ്മുടെ സംസ്കാരത്തിലോ ഒക്കെ പ്രശംസിപ്പാൻ അനേകം കാര്യങ്ങളുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുവിനെ അടുത്തറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതും ഒരു ഭാഗ്യമാണ്. യേശുവിനെ പറ്റി കേവലം
കേട്ടതല്ല. യേശുവിനെ പറ്റി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പലരും പലതും പറയും. എന്നാൽ യേശുവിനെ അടുത്തറിയാൻ കഴിയുന്നത് ഒരു സൗഭാഗ്യമാണ്. അതൊരു ഭാഗ്യമാണ്. അതാണ് പാട്ടുകാരൻ പാടിയത്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദമേ. പ്രിയപ്പെട്ടവരെ, പാട്ടുകാരൻ പാടി ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. അങ്ങനെ സൗഭാഗ്യ ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, ശൗൽ ആരായിരുന്നു? ശൗൽ ലോകപ്രകാരം വിദ്യാഭ്യാസത്തിൽ ഉയർന്ന ഒരാളായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാണ്ഡിത്യവും അറിവും കായികമായിട്ടും ഒക്കെ ഒരു ജ്ഞാനമുള്ള ജ്ഞാനിയും ആൾബലവും ഭയങ്കര അന്നത്തെ സമൂഹത്തിനിടയിൽ അധികാരവും ഒക്കെ ഉള്ളൊരു വ്യക്തിത്വത്തിന് ഒരാളായിരുന്നു ശൗലിൻ്റെ പണി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിനെ കൊന്നുകളയുക, ക്രിസ്ത്യൻസിനെ ഉന്മൂലനം ചെയ്യുക. അങ്ങനെ ക്രിസ്ത്യൻസിനെ കൊല്ലാൻ പോയപ്പോൾ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് സമ്മതപത്രം കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പോവുക. അപ്പോഴാണ് ദമസ്കോസിന്റെ പടിവാതിക്ക് വെച്ച് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ശൗൽ ചോദിച്ചു, അല്ല കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന കർത്താവാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ശൗലിന് പ്രത്യക്ഷപ്പെടുകയാണ്. നാം പലപ്പോഴും മനസ്സിലാവില്ല ക്രിസ്തീയ ജീവിതം, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവരെ തിരഞ്ഞുപിടിക്കുന്നു. പലപ്പോഴും നമുക്കൊന്നും ഈ കാര്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ നാം കർത്താവിനെ അടുത്തറിയാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, സക്കായിക്ക് അനുതാപമുണ്ടായി. നാം യേശുവിനെ അടുത്തറിയുക. വല്ലവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ല, യേശുവിനെ അടുത്തറിയാൻ കഴിയുക, യേശുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയുക, യേശുവിനോട് കൂടി ഇരിക്കാൻ കഴിയുക. അന്നേരം ഉണ്ടാകുന്ന മാറ്റം പ്രിയപ്പെട്ടവരെ വാക്കുകൾക്ക് അതീതമാണ്. ഈ ഭൂമിയിൽ നാം സ്വർഗം അനുഭവിക്കണം. യേശുവിനോട് കൂടെയുള്ള വാസം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അനുഭവിച്ചാൽ മാത്രമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാനിരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമി യേശുവിനോട് കൂടി ഇരിക്കണം. എങ്കിൽ മാത്രമാണ് കടന്നു ചെല്ലുമ്പോൾ നാം യേശുവിനോട് കൂടെ ഇരിക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ആ സൗഭാഗ്യമായ ജീവിതമാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്. ആ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിത്യരക്ഷ തുറന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലാവ് എല്ലാവർക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്നു. ആ വിലാവിൽ നിന്നൊഴുകിയ തിരക്തം സകല പാപവും നോക്കാൻ മതിയായതാണ്. അതുകൊണ്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ കഴുകുവാൻ പലരും പാവം മോചിക്കുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ തേടുന്നുണ്ട്. അല്പം സന്തോഷത്തിന്, അല്പം കുറ്റബോധം വേട്ടയാടുന്ന അനേകരിൽ പ്രിയപ്പെട്ടവരുണ്ടാവാം. പാപഭാരം വേട്ടയാടുന്ന ഭാരം ചുമക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ടാവാം. അവരെങ്ങനെ രക്ഷ പ്രാപിക്കാം, എങ്ങനെ രക്ഷപ്പെടണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. രക്ഷയ്ക്കായി അനേക മാർഗങ്ങൾ ചെയ്യുന്നു, വഴിപാടുകൾ കഴിക്കുന്നു, നേർച്ചകൾ കഴിക്കുന്നു. എന്നാൽ ഒരു വഴിയുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ താന്നിറങ്ങി വന്നിട്ട് എന്തിനാണ് യേശുക്രിസ്തു ഒരു കാലിത്തൊഴുത്തിയോളം അങ്ങ് സ്വർഗത്തിൽ മാലാഖമാരുടെ ഇടയിൽ വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി കാലിത്തൊഴുത്ത് വരെയും താന്നിറങ്ങി വന്നു? എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ ജയിപ്പിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു താന്നിറങ്ങി വന്നു. ക്രൂശിന്മേൽ മരണം അനുഭവിച്ചു. താഴ്ന്ന മരണം എന്തിന്? മനുഷ്യനെ ജയിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജയം നൽകാൻ, പാവത്തിന്മേൽ ജയം തരാൻ, പാവത്തിൻ്റെതായ എല്ലാ പൈശാചിത്യത്തിൽ നിന്നും നമുക്ക് ജയം നൽകാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജയം താന്ന് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിൻ്റെ അനുയായികളായ നാമും താഴ്ന്ന് ജീവിക്കേണ്ടവരാണെന്ന്. പ്രിയപ്പെട്ടവരെ, നാം താന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നാം താന്നു കൊടുത്ത് മറ്റുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി നാമും താന്നു കൊടുക്കേണ്ടവരാണ്. നാം ഒന്നിലും അഹങ്കരിക്കേണ്ടവരല്ല, നാം ഒന്നിലും പ്രശംസിക്കേണ്ടവരല്ല. ആ ക്രിസ്തുവിൻ്റെ അനുയായികളായ നാമും
താന്നു കൊടുക്കണം. താന്നു കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തു കുരിശോളം താന്നെങ്കിൽ നാമും ആ കുരിശോളം താന്നിരിക്കണം. പ്രിയപ്പെട്ടവരെ, ലോകപ്രകാരം എത്രയോ താഴ്ന്ന നിലവാരമാണ്. ആ താഴ്ന്ന നിലവാരത്തിലേക്ക് നാമും വരണം. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടി, മറ്റുള്ളവർക്ക് സഹായം നൽകാൻ വേണ്ടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, തകർന്നിരിക്കുന്നവർക്ക് താങ്ങായിട്ട്, ദുഃഖിച്ചിരിക്കുന്നവർക്ക് സന്തോഷം നൽകാൻ വേണ്ടി നാമും ആ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി ഈ ഭൂമിയിൽ താന്നിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മളിലൂടെ പ്രതിബിംബിക്കാൻ തക്കവണ്ണം നാം ഒരു സ്ഫടിക പാത്രങ്ങളായി രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞാൻ ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.